വെൽക്കം ടു ITI MCA ക്ലാസ്സസ്. ഇന്നത്തെ നമ്മൾ ലെസൺ എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ആണ്. ഒരു ട്രാൻസിസ്റ്റർ എങ്ങനെ ടെസ്റ്റ് ചെയ്യാം, ചെക്ക് ചെയ്യാം, അതിൻ്റെ ഗുഡ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ്. ഇത് ലേണിംഗ് ഔട്ട്കം, ടെസ്റ്റിംഗ് ഓഫ് വേരിയസ് അനലോഗ് സർക്യൂട്ട്സ് എന്ന ലേണിംഗ് ഔട്ട്കമ്മിൽ വരുന്ന ഒരു പോർഷനാണ് ട്രാൻസിസ്റ്റർ ടെസ്റ്റിംഗ്. ട്രാൻസിസ്റ്റർ ടെസ്റ്റിംഗ് എന്ന സ്കിൽ കംപ്ലീഷന് പോകുന്നതിന് മുമ്പ് നമ്മൾക്ക് വേണ്ടത് മൾട്ടിമീറ്റർ ഉണ്ടാവണം. അനലോഗ് മൾട്ടിമീറ്ററും ഡിജിറ്റൽ മൾട്ടിമീറ്ററും ഉപയോഗിച്ചുള്ള ട്രാൻസിസ്റ്റർ ടെസ്റ്റിംഗ് ചെയ്തു നോക്കാവുന്നതാണ്. അപ്പോൾ അനലോഗ് ആൻഡ് ഡിജിറ്റൽ മൾട്ടിമീറ്റേഴ്സ്, വേരിയസ് ടൈപ്പ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് ട്രാൻസിസ്റ്റർ ഡേറ്റാ ബുക്ക്. ഒരു ട്രാൻസിസ്റ്ററിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ട്രാൻസിസ്റ്റർ സിംപ്ലി ട്രാൻസിസ്റ്റർ എന്ന് മാത്രമാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. ആക്ച്വലി അത് ബൈ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററാണ്. 2 ജംഗ്ഷൻസ് ഉണ്ടെന്ന് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞു. ട്രാൻസിസ്റ്ററിൻ്റെ ശരിയായ പേര് ബൈ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ അഥവാ BJT എന്നുള്ളതാണ്. കാരണം ട്രാൻസിസ്റ്ററിൻ്റെ പിന്നീടുള്ള ഫാമിലിയിൽ യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്, UJT ഉണ്ട്, ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്, മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെ സോ മെനി വെറൈറ്റീസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ സിംപ്ലി ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് BJT ബൈ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററാണ്. ആ പോയിൻ്റ് നോട്ട് ചെയ്യണം. BJT എന്ന് നമ്മൾ എല്ലായ്പ്പോഴും പറയാറില്ല, ട്രാൻസിസ്റ്റർ എന്നേ പറയാറുള്ളൂ. സിംപ്ലി ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ BJT ആണ്. അപ്പോൾ ബൈ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിൻ്റെ സ്ട്രക്ചർ നമ്മൾക്ക് വളരെയധികം ഫെമിലിയർ ആയി കഴിഞ്ഞു. നമ്മളത് ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞു. NPN PNP എല്ലാം. NPN ട്രാൻസിസ്റ്ററിൻ്റെ നമ്മളൊന്ന് അതിലേക്കൊന്ന് അതിൻ്റെ ഒരു സ്ട്രക്ചറിലേക്ക് കണ്ണോടിച്ച് കഴിഞ്ഞാൽ 2 ഡയോഡുകൾ ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് പോലെയാണെന്ന് പറയാം. NPN ആയാലും PNP ആയാലും 2 PN ജംഗ്ഷൻ ഡയോഡുകൾ ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്താൽ എങ്ങനെയാണോ ആ രീതിയിലാണ് ട്രാൻസിസ്റ്ററിൻ്റെ ഒരു PNP NPN ജംഗ്ഷനുകൾ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ 2 സാധാരണ 1N4000 ഡയോഡ് 2 എണ്ണം ഇങ്ങനെ കണക്ട് ചെയ്താൽ പോരെ ഒന്നും ചോദിക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളത് ചോദിക്കില്ല. കാരണം ഇതൊരൊറ്റ ക്രിസ്റ്റൽ ലാക്റ്റിസിൽ വരുന്ന PN ജംഗ്ഷൻ NPN ആണ്, PNP ആണ്. അല്ലാതെ 2 സെപ്പറേറ്റ് ഡയോഡ് ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്താൽ അതൊരിക്കലും ട്രാൻസിസ്റ്റർ ആവില്ല. പക്ഷേ ട്രാൻസിസ്റ്ററിൻ്റെ ഇൻറ്റേർണൽ ഒരു ഇക്വാലൻ്റ് സർക്യൂട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. ഇവിടെ ഒരു NP ഒരു ജംഗ്ഷൻ, NP ഒരു ജംഗ്ഷൻ. അപ്പോൾ 2 ഡയോഡുകൾ ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്യുന്ന പോലെയാണ് PNP ട്രാൻസിസ്റ്റർ ആണെങ്കിലും NPN ട്രാൻസിസ്റ്റർ ആണെങ്കിലും നമ്മൾക്ക് അതറിയാൻ പറ്റുന്ന സ്ട്രക്ചർ. അതുകൊണ്ട് തന്നെ ട്രാൻസിസ്റ്റർ ചെക്കിംഗ് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. ഇത് ഇക്വാലൻറ്റ് സർക്യൂട്ട് തന്നെ ഞാൻ സിമ്പൽ ഉപയോഗിച്ച് NPNൻ്റെ PNPയുടെയും സ്ട്രക്ചറും സിമ്പലും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒന്നുകൂടി അത് വരച്ച് കാണിച്ചിരിക്കുന്നതെന്നേ ഉള്ളൂ. നോട്ടിൽ നമ്മൾക്ക് നന്നായി നോട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണിതെല്ലാം. അപ്പോൾ ട്രാൻസിസ്റ്റർ ചെക്കിങ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഡയോഡ് ചെക്കിങ് നമുക്ക് അത്രയ്ക്കും ഫെമിലിയർ ആണ്. ഒരു ഡയോഡ് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയോ അതുപോലെ തന്നെയാണ് ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യുന്നത്. ട്രാൻസിസ്റ്റർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ഇനി ഒരു അനലോഗ് മൾട്ടിമീറ്റർ ഉപയോഗിച്ചുള്ള ട്രാൻസിസ്റ്ററിൻ്റെ ചെക്കിംഗ് ആണ് ആദ്യം നമ്മൾ നോക്കുന്നത്. അപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ ചെക്കിങ് പഠിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ബുക്ക് എടുക്കുക. ട്രാൻസിസ്റ്ററിൻ്റെ ഒരു ഇതുപോലെയുള്ള ഒരു ഡയഗ്രം നിങ്ങൾ വരയ്ക്കുക. 3 ടെർമിനൽസ് അടയാളപ്പെടുത്തുക. 1 2 3. ഈ 3 ടെർമിനലുകൾ ഇത് ഏത് NPN ട്രാൻസിസ്റ്റർ ആണോ PNP ട്രാൻസിസ്റ്റർ ആണോ, ഇതിൻ്റെ എമിറ്റർ ബേസ് കളക്ടർ ടെർമിനലുകൾ ഏതാണ് എന്നുള്ള എല്ലാ സ്പെസിഫിക്കേഷനും നമ്മൾക്ക് ഡേറ്റാ ബുക്കിൽ നിന്ന് കിട്ടും. കൂടുതലും നമ്മൾ ഡേറ്റാ ബുക്കിനെ ആശ്രയിച്ചിട്ടാണ് ഇത് നോക്കുക. എല്ലാ ട്രാൻസിസ്റ്ററിൻ്റെയും ടെർമിനലുകൾ എമിറ്റർ ബേസ് കളക്ടർ എന്ന രീതിയിലാവണം എന്നില്ല. ചില ട്രാൻസിസ്റ്ററുകളുടെ ബേസ് ആദ്യത്തെ ടെർമിനൽ ബേസായി വരാറുണ്ട്. അത് ഡേറ്റാ ബുക്ക് നോക്കിയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇവിടെ ഡേറ്റാ ബുക്കുകളൊന്നും ഇല്ലാതെ തന്നെ കോമൺ ആയിട്ട് ഒരു ട്രാൻസിസ്റ്റർ, അപ്പോൾ നമ്മൾക്കിത് NPN ആണോ എന്നറിയില്ല, PNP ആണോ എന്നറിയില്ല, ഇതിൻ്റെ എമിറ്റർ ബേസ് കളക്ടർ ഏതൊക്കെ ടെർമിനലുകളാണെന്നും അറിയില്ല. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ ഒരു അനലോഗ് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഇതെല്ലാം നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നിങ്ങൾ അനലോഗ് മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ടുള്ള ചെക്കിങ്ങിലേക്ക് പോകുന്നതിന് മുന്നോടിയായി ആദ്യമേ ഇതുപോലുള്ളൊരു ട്രാൻസിസ്റ്ററിൻ്റെ ഡയഗ്രം വരയ്ക്കാൻ മറക്കണ്ട. 1 2 3 എന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾക്ക് ഇത്രയും രീതിയിലുള്ള പ്രോസസ്സുള്ള ചെക്കിംഗ് ആണ് നടത്തുന്നത്. മൾട്ടിമീറ്ററിൻ്റെ 2 പ്രോബുകളുണ്ടല്ലോ. ഈ 2 പ്രോബുകൾ ടെർമിനൽ 1ഉം 2ഉം എടുത്താൽ ഈ 2 പ്രോബുകൾ റെഡും ബ്ലാക്കും പ്രോബുകൾ 1ലും 2ലും 2 രീതിയിൽ വയ്ക്കാം. 1 to 2 റെഡ് ബ്ലാക്ക്, 2 to 1 2. അപ്പോൾ റെഡ് ബ്ലാക്ക് ടെർമിനലുകൾ 1 2
റെഡ് ബ്ലാക്ക് പ്രോബുകൾ 1, 2 ടെർമിനലുകളിൽ 2 രീതിയിൽ കണക്ട് ചെയ്യാം. 2, 3 ടെർമിനലുകളിൽ 2 രീതിയിൽ കണക്ട് ചെയ്യാം. 1, 3 ടെർമിനലുകളിൽ 2 രീതിയിൽ കണക്ട് ചെയ്യാം. ഈ എല്ലാ പോസിബിലിറ്റീസും നമ്മൾ ചെക്ക് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് കിട്ടുന്ന മൾട്ടിമീറ്ററിൻ്റെ റീഡിങ്ങുകൾ വെച്ചിട്ടാണ് നമ്മളൊരു കൺക്ലൂഷനിൽ ഒരു അനലോഗ് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഒരു ട്രാൻസിസ്റ്ററിൻ്റെ കണ്ടീഷൻ, ഗുഡ് കണ്ടീഷൻ, വർക്കിംഗ് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ നോക്കുക. ഔട്ട് ഓഫ് സർക്യൂട്ട് ട്രാൻസിസ്റ്റർ ചെക്കിംഗ് ആണ് നമ്മൾ പറയുന്നത്. ഒരു ട്രാൻസിസ്റ്റർ നല്ലതാണോ, വർക്കിംഗ് ആണോ അല്ലയോ, അത് NPN PNP ആണോ, കളക്ടർ ബേസ് എമിറ്റർ ടെർമിനലുകളെ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. അപ്പോൾ ഇത് അനലോഗ് മൾട്ടിമീറ്റർ, ഇതൊരു പ്ലഗ് ഇൻ ടൈപ്പ് അനലോഗ് മൾട്ടിമീറ്റർ ആണ്. യൂഷ്വലി നമ്മൾ കണ്ടിരിക്കുന്നതെല്ലാം ഇതുപോലത്തെ റോട്ടറി ടൈപ്പ് അനലോഗ് മൾട്ടിമീറ്റർ ആണ്. പക്ഷേ ഇതൊരു പ്ലഗ് ഇൻ ടൈപ്പ് അനലോഗ് മൾട്ടിമീറ്റർ ആണ്. ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ അനലോഗ് മൾട്ടിമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് റേഞ്ച്, ഓമീറ്റർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുന്നതാണ്. ട്രാൻസിസ്റ്റർ ടെസ്റ്ററുകളൊക്കെ ഒരുപാട് ടൈപ്പ് അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ടുള്ള ട്രാൻസിസ്റ്റർ ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ ട്രാൻസിസ്റ്റർ ടെസ്റ്റിങ്ങിന് വേണ്ടി ആദ്യം തന്നെ നമ്മൾ മൾട്ടിമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് റേഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് റേഞ്ചിൽ നിങ്ങൾക്ക് കാണാം 10K എന്ന റേഞ്ചുണ്ട്, 1 മെഗാ ഓം എന്ന റേഞ്ചുണ്ട്. യൂഷ്വലി നമ്മൾ ഹയർ റേഞ്ച് പ്രിഫർ ചെയ്യുന്നു. അപ്പോൾ ട്രാൻസിസ്റ്ററിന് ചെക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് മൾട്ടിമീറ്ററിലുള്ള ഇനീഷ്യൽ സെറ്റിങ്സ് എല്ലാം ചെയ്യുന്നു. റെസിസ്റ്റൻസ് റേഞ്ച് എടുക്കുക, ഇത് ഷോർട്ട് ചെയ്തിട്ട് 0 സെറ്റിങ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ മൾട്ടിമീറ്ററിനെ റെഡിയാക്കുന്നത്. ഇനി നമ്മളുടെ കയ്യിലുള്ള ട്രാൻസിസ്റ്റർ എടുത്തിട്ട് എങ്ങനെയാണ് ഈ മൾട്ടിമീറ്ററിൽ നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ, 2 ജംഗ്ഷനുകളെല്ലാം ഓക്കെ ആണോ, ട്രാൻസിസ്റ്റർ വർക്കിംഗ് ആണോ എന്ന് നോക്കുന്നതെന്ന് നോക്കാം. ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതാണ് PC147 അല്ലെങ്കിൽ PC547 എന്ന് പറയുന്നത് ഓർഡിനറി ടൈപ്പ് ട്രാൻസിസ്റ്ററാണ്. ഈ ട്രാൻസിസ്റ്ററാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ടെർമിനൽ ഡിവൈസ് ആണ് എന്നറിയാം. ഒരു ട്രാൻസിസ്റ്റർ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം ഇല്ലാത്ത ട്രാൻസിസ്റ്റർ ഒരു സ്റ്റാൻഡിൽ വയ്ക്കുകയാണ്. ട്രാൻസിസ്റ്റർ വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ മൾട്ടിമീറ്റർ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മൾട്ടിമീറ്റർ റെസിസ്റ്റൻസ് റേഞ്ചിലെല്ലാം വെച്ചിട്ടുണ്ട്. മൾട്ടിമീറ്റർ നമ്മൾക്ക് ട്രാൻസിസ്റ്റർ വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും 2 ജംഗ്ഷൻ, ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് NPN ആവട്ടെ PNP ആവട്ടെ, എന്തായാലും 2 ഡയോഡുകൾ ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആക്ച്വലി നമുക്ക് ആ ട്രാൻസിസ്റ്ററിൻ്റെ 2 PN ജംഗ്ഷനുകളും 2 ഡയോഡുകളും ഓക്കെ ആണോ എന്ന് നോക്കിയാൽ മതി. ഡയോഡ് ഓക്കെ ആണോ എന്ന് നോക്കാനായിട്ട് ഡയോഡ് നിങ്ങൾ ചെക്ക് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ആ ഡയോഡ് ചെക്ക് ചെയ്യുന്ന അതേ പ്രൊസീജിയറിൽ ട്രാൻസിസ്റ്ററിൻ്റെ 2 ഡയോഡുകളും ചെക്ക് ചെയ്യാൻ നമ്മൾ ആണോ ഓക്കെ ആണോ, അത് ഒരു ഡയറക്ഷനിൽ മാത്രമേ കണ്ടിന്യൂറ്റി ഉള്ളൂ എന്ന് നമ്മൾ നോക്കിയാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 ഡയോഡുകളും ഓക്കെ ആണെന്ന് ഉറപ്പിച്ചാൽ ട്രാൻസിസ്റ്റർ നമുക്ക് ഓക്കെ ആണെന്ന് പറയാം. അപ്പോൾ അത് ഞാൻ ഈ 3 ടെർമിനലുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 ടെർമിനലുകൾ തമ്മിൽ നമുക്ക് ഈ രീതിയിലുള്ള ഒരു ടെസ്റ്റിംഗ് നടത്താം. ഈ 2 ടെർമിനൽ, ആദ്യത്തെ 2 1, 2, 3 എന്നടയാളപ്പെടുത്തിയ 1ഉം 2ഉം തമ്മിലുള്ള ഞാൻ ആദ്യം ഈ ഒരു പൊളാരിറ്റിയിൽ റെഡ് ബ്ലാക്ക് പ്രോബുകൾ 1, 2, 3, 2 എന്ന് പറയുന്ന ടെർമിനൽ റെഡും 1 എന്ന് പറയുന്ന ടെർമിനൽ ബ്ലാക്കുമായിട്ട് നോക്കി, കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല. ഇത് തന്നെ നമ്മൾ നേരെ തിരിച്ചു കൊടുക്കുന്നു. 1ഉം 2ഉം മാത്രമാണ് നമ്മളിപ്പോൾ നോക്കുന്നത് 2 ഡയറക്ഷനിൽ. 1ഉം 2ഉം കൂടെ നോക്കിയപ്പോൾ ഒരു ലോ റെസിസ്റ്റൻസ് റീഡിങ് ഈ മൾട്ടിമീറ്റർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 1, 2, 3 ടെർമിനലുകളിൽ 1ഉം 2ഉം തമ്മിൽ 2 രീതിയിലും നോക്കി, മറിച്ച് 2 രീതിയിലും പ്രോബ് വെച്ച് നോക്കി. അപ്പോൾ ഒരു ഡയറക്ഷനിൽ നമ്മൾക്കിപ്പോൾ ഒരു ലോ റെസിസ്റ്റൻസ് വാല്യൂ മൾട്ടിമീറ്ററിൽ കിട്ടിയിട്ടുണ്ട്. ആ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് പ്രോബ് നടുവിലത്തെ ടെർമിനലിലും 2 എന്ന് പറയുന്ന ടെർമിനലിലും റെഡ് പ്രോബ് 1 എന്ന് പറയുന്ന ടെർമിനലിലും കൊടുത്തപ്പോഴാണ് ഇപ്പോൾ ഒരു കണ്ടിന്യൂറ്റി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 1, 2, 3 എന്ന് ആദ്യം തന്നെ നിങ്ങളിന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ആദ്യത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്ത് 1ഉം 2ഉം തമ്മിലാണ്. 1ഉം 2ഉം തമ്മിൽ 2 രീതിയിലും നോക്കിയപ്പോൾ ഒരു രീതിയിൽ ലോ റെസിസ്റ്റൻസ് കിട്ടി, അത് നോട്ട് ചെയ്യുക. ലോ റെസിസ്റ്റൻസ് വാല്യൂ കാണിച്ചപ്പോൾ 2ൽ ബ്ലാക്ക് പ്രോബും 1ൽ റെഡ് പ്രോബും വരും. ഇപ്പം നമ്മൾക്ക് 2ഉം 3ഉം തമ്മിലും ഇതേ പ്രൊസീജിയർ ഒന്ന് ആവർത്തിച്ച് നോക്കാം. 2ഉം 3
1ഉം 2ഉം തമ്മിൽ 2 ഡയറക്ഷനിലുള്ള ചെക്കിങ് കഴിഞ്ഞു. 2ഉം 3ഉം തമ്മിലും 2 ഡയറക്ഷനിലുള്ള ചെക്കിങ് കഴിഞ്ഞു. ഇതെല്ലാം നോട്ട് ഡൗൺ ചെയ്യണം. 1, 2, 3 3 ടെർമിനൽസ്. അതിൽ 1ഉം 2ഉം തമ്മിൽ നമ്മൾ 2 രീതിയിൽ ചെക്ക് ചെയ്തു. കണ്ടിന്യൂറ്റി കാണിച്ചത് 2ൽ ബ്ലാക്ക് പ്രോബ് ഇരുന്നപ്പോൾ. 2ഉം 3ഉം തമ്മിൽ നമ്മളൊരു കണ്ടിന്യൂറ്റി നോക്കി 2 രീതിയിലും. കണ്ടിന്യൂറ്റി കാണിച്ചത് 2ൽ ബ്ലാക്ക് പ്രോബ് ഇരുന്നപ്പോഴാണ്. അപ്പോൾ 1, 2, 3ൽ 2ൽ ബ്ലാക്ക് പ്രോബ് വെച്ച സമയത്ത് 2 എന്ന് പറയുന്ന ടെർമിനലിന് 1 ടെർമിനലുമായിട്ടും കണ്ടിന്യൂറ്റി കാണിച്ചു, 3 എന്ന് പറയുന്ന ടെർമിനലുമായിട്ടും കണ്ടിന്യൂറ്റി കാണിച്ചു. ഇനി നമ്മൾക്ക് 1ഉം 3ഉം തമ്മിൽ നോക്കാം. 1ഉം 3ഉം തമ്മിൽ ഞാനിപ്പോൾ നോക്കി മീറ്ററും കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല. 1ഉം 3ഉം തമ്മിൽ മറിച്ചും നോക്കി കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല. അപ്പോൾ 1ഉം 3ഉം തമ്മിലുള്ള 2 കണ്ടീഷനിലും 1ഉം 3ഉം തമ്മിൽ ഹൈ റെസിസ്റ്റൻസ് തന്നെ കാണിച്ചത് കൊണ്ട് 1ഉം 3ഉം കളക്ടറും എമിറ്ററും ആണെന്ന് നമ്മൾക്ക് തീർച്ചപ്പെടുത്താം. ഒരെണ്ണം എമിറ്ററും ഒരെണ്ണം കളക്ടറും ആണെന്ന് നമ്മൾക്ക് തീർച്ചപ്പെടുത്താവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നടുക്കത്തെ ടെർമിനലാണ് ബേസ്. അപ്പോൾ ബേസിൽ ബ്ലാക്ക് പ്രോബ് ഞാൻ വെച്ചപ്പോൾ മാത്രമാണ് ബേസും കളക്ടറും തമ്മിലും ബേസും എമിറ്ററും തമ്മിലും ഒരു കണ്ടിന്യൂറ്റി കാണിച്ചത്. ഈ അനലോഗ് മൾട്ടിമീറ്ററിൽ ഒരു കാര്യം നോട്ട് ഡൗൺ ചെയ്യുക. അനലോഗ് മൾട്ടിമീറ്ററിൻ്റെ ബ്ലാക്ക് പ്രോബ് എന്ന് പറയുന്നത് നമ്മൾ പി ടൈപ്പ് മെറ്റീരിയലിനെയാണ് സൂചിപ്പിക്കുന്നത്. എടുത്തു പറയാൻ കാരണം സാധാരണ നമ്മൾ പഠിക്കുന്നത് പോസിറ്റീവ് റെഡ് കളർ ഇൻഡിക്കേറ്റ് ചെയ്തും നെഗറ്റീവിന് ഒരു ബ്ലാക്ക് കളർ ഇൻഡിക്കേറ്റ് ചെയ്തും പ്രോഡിൻ്റെ കളേഴ്സ് പറയാറുണ്ട്. പക്ഷേ ഇത് ഇൻറ്റേർണൽ ബാറ്ററി ടെർമിനലുകളുടെ കണക്ഷൻ അനുസരിച്ചിട്ടാണ് ഇവിടെ നമ്മളുടെ പ്രൊസീജിയർ. അപ്പോൾ ഒരു ഇത് മനസ്സിൽ വയ്ക്കുക. അനലോഗ് മൾട്ടിമീറ്റർ ആകുമ്പോൾ ബ്ലാക്ക് പ്രോബ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പി ടൈപ്പ് മെറ്റീരിയലാണ്. പി എന്ന് വേണമെങ്കിൽ ഓർത്താൽ മതി. പി ബ്ലാക്ക് ടൈപ്പ് ഫോർ പി ടൈപ്പ്. റെഡ് പ്രോബ് വയ്ക്കുന്നതാണ് ഇവിടെ നെഗറ്റീവ്. അപ്പോൾ 1, 2, 3ൽ 2ഉം 1ഉം തമ്മിലും 2ഉം 3ഉം തമ്മിലും ഒരു ഡയറക്ഷനിൽ മാത്രമേ കാണിച്ചുള്ളൂ. അതായത് 2ൽ ബ്ലാക്ക് പ്രോബ് വെച്ചപ്പോൾ. അപ്പോൾ 2 എന്ന് പറയുന്നത് പി ടൈപ്പാണ്. അപ്പോൾ ഇതൊരു NPN ട്രാൻസിസ്റ്റർ ആണ് എന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. NPN ട്രാൻസിസ്റ്ററാണ്. അതിൽ നടുവിലത്തേതാണ് ബേസ്, അതായത് പി. ഈ ബേസും എമിറ്ററും തമ്മിലും കളക്ടറും തമ്മിലും ഒരു ഡയറക്ഷനിൽ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അതായത് ബേസ് എമിറ്റർ ഡയോഡും ബേസ് കളക്ടർ ഡയോഡും ഗുഡ് കണ്ടീഷനിലുമാണ്. ഈ ട്രാൻസിസ്റ്റർ ഓക്കെ ആണ് എന്ന് നമ്മൾക്ക് കണ്ടെത്താവുന്നതാണ്. ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് എങ്ങനെയാണ് ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യണമെന്ന് നോക്കാം. ഡിജിറ്റൽ മൾട്ടിമീറ്ററിലെ ഡയോഡ് ചെക്ക് എന്ന് പറയുന്ന പ്രൊവിഷൻ, ഡയോഡിൻ്റെ ഒരു സിമ്പലുണ്ട്. ആ ഒരു പ്രൊവിഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ ട്രാൻസിസ്റ്റർ ആദ്യമേ ഇവിടെ വെച്ചിട്ടുണ്ട്. ട്രാൻസിസ്റ്ററിൻ്റെ ഡയോഡ് ചെക്ക്. അപ്പോൾ ആദ്യം തന്നെ ഓർക്കുക, ഡയോഡ് ചെക്ക് എന്ന് പറയുന്ന പ്രൊവിഷൻ എടുക്കുന്നു. 1, 2, 3 നേരത്തെ ട്രാൻസിസ്റ്റർ തന്നെ. ഇത് ടെർമിനൽ 1, ടെർമിനൽ 2, ടെർമിനൽ 3. ടെർമിനൽ 1, 2, 3, 1, 2, 3. അപ്പോൾ ആദ്യം നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? 1, 2, 3 എന്ന ടെർമിനലുകൾക്ക് നമ്മൾ നെയിമിംഗ് എടുക്കുന്നു. എന്നിട്ട് ഈ 1, 2, 3 ടെർമിനലുകൾ നമ്മൾ 1ഉം 2ഉം എല്ലാം തമ്മിലും എല്ലാ കണ്ടീഷനും 1ഉം 2ഉം തമ്മിൽ 2 ഡയറക്ഷനിലുമുള്ള റീഡിങ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കുന്നു. 2ഉം 3ഉം തമ്മിലും 2 ഡയറക്ഷനിലും എങ്ങനെയാണ് റീഡിങ് കിട്ടുന്നതെന്ന് നോക്കുന്നു. 1ഉം 3ഉം തമ്മിലും നോക്കുന്നു. നിങ്ങൾ ഈ ക്ലാസ്സിൽ ആദ്യമേ ക്ലാസ്സിലിരിക്കുമ്പോൾ തന്നെ ബുക്ക് എടുക്കുക, ട്രാൻസിസ്റ്റർ ഇത് വരയ്ക്കുക. ട്രാൻസിസ്റ്ററിൻ്റെ 1, 2, 3 ടെർമിനൽസ് ഏതാണെന്ന് നിങ്ങൾക്കറിയാം. ആ ഷേപ്പ് കണ്ടല്ലോ. ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചിട്ട് ആ ഷേപ്പിന് അനുസരിച്ച് നിങ്ങൾക്ക് പറയാം 1, 2, 3 എന്ന് പറയുന്ന ടെർമിനലാണ് എന്നുള്ള രീതിയിൽ 1, 2, 3 എന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ 1ഉം 2ഉം തമ്മിലുള്ള 2 കണ്ടീഷനും 2ഉം 3ഉം തമ്മിലുള്ള 2 കണ്ടീഷനും 1ഉം 3ഉം തമ്മിലുള്ള 2 കണ്ടീഷനും അങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ നമ്മൾ ഡയോഡ് ചെക്കിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയറിലേക്ക് ഇട്ടിട്ടുണ്ട്. നോബ് തിരിച്ച് ഡയോഡ് ചെക്കിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഡയോഡിൻ്റെ ഒരു സിമ്പിളുണ്ട്, അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് കാണുന്നത് 1 എന്ന റീഡിംഗ് ആണ് കാണുന്നത്. ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ ഇപ്പോൾ കാണുന്നത് 1 എന്ന റീഡിംഗ് കാണിച്ചിരിക്കുന്നത്. അതായത് ഓപ്പൺ ഹൈ റെസിസ്റ്റൻസ് ആണ് നോക്കുന്നത്. നമ്മൾ 1ഉം 2ഉം തമ്മിൽ നമ്മൾ നോക്കുന്നു. ഇപ്പോൾ 1ഉം 2ഉം തമ്മിൽ നോക്കുന്നത്, ഇപ്പം ഞാൻ 1ഉം 2ഉം തമ്മിൽ നോക്കിയത് ഒരു കാര്യം ആലോചിക്കണം. അനലോഗ് മൾട്ടിമീറ്ററിൽ 2ൽ ബ്ലാക്കും 1ൽ റെഡും വെച്ചപ്പോഴായിരുന്നു കിട്ടിയിരുന്നത്. ഇതിൽ അങ്ങനെ ഇപ്പോൾ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ അങ്ങനെ നോക്കുമ്പോൾ ഒന്നുകിൽ ഓയിൽ എന്ന് കാണിക്കും, അല്ലെങ്കിൽ 1 എന്ന് തന്നെ കാണിക്കുന്നുണ്ട്. അതായത് ഓപ്പൺ എന്ന കണ്ടീഷനാണെന്നർത്ഥം. അതായത് കണ്ടിന്യൂറ്റി ഇല്ല.
തിരിച്ച് നോക്കുമ്പോൾ റെഡ് നമ്മൾ ഇതിലും ബ്ലാക്ക് 1ലും റെഡ് 2ലും വെച്ചിട്ട് നോക്കുമ്പോൾ എനിക്കൊരു പോയിൻ്റ് വാല്യൂ കിട്ടിയിട്ടുണ്ട്. 0.77 എന്നുള്ളൊരു വാല്യൂ ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ മൾട്ടിമീറ്റർ വെച്ച് ആദ്യം തന്നെ ഒരു PNP ട്രാൻസിസ്റ്ററിന് തിരിച്ചുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി ഡയോഡ് ചെക്ക് പ്രൊവിഷനിൽ ഇടുമ്പോൾ ആക്യുറേറ്റ് ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആണെങ്കിൽ ബേസും എമിറ്ററും തമ്മിൽ കാണിക്കുന്ന വാല്യൂവിനേക്കാളും കുറവായിരിക്കും ബേസും കളക്ടറും തമ്മിൽ കണ്ടിന്യൂറ്റി കാണിക്കുന്ന സമയത്തെ വാല്യൂ. അങ്ങനെയാണ് വരേണ്ടത് എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ കളക്ടർ ടെർമിനൽ കൂടുതലും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പക്ഷേ മിക്കവാറും എല്ലാ മീറ്റേഴ്സിലും ഏകദേശം അടുത്ത് പോകുമ്പോൾ യൂഷ്വൽ പ്രാക്ടീസ് കൊണ്ടാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. എങ്കിലും ഇങ്ങനെ പറയാറുണ്ട്, ബേസ് എമിറ്ററിൽ ഹൈ റെസിസ്റ്റൻസും ബേസ് കളക്ടറിൽ അല്പം ഒരു 0.1 0.2 വ്യത്യാസം. 2 തമ്മിലുള്ള 2 രീതിയിലുള്ള ചെക്കിങ്ങും കഴിഞ്ഞു. 1ഉം 2ഉം തമ്മിൽ നോട്ട് ചെയ്യാം. ഡിജിറ്റൽ മൾട്ടിമീറ്റർ 1 2 3 ആദ്യം എഴുതുക. 1ഉം 2ഉം തമ്മിൽ നമ്മൾ നോക്കിയപ്പോൾ ലോ റെസിസ്റ്റൻസ് ഒരു രീതിയിൽ മാത്രമേ കിട്ടിയുള്ളൂ, ഒരു സമയത്ത് പ്രോബ് വെച്ചപ്പോൾ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ പ്രോബിൻ്റെ കണ്ടീഷൻ പിൻ നമ്പർ 1ൽ ബ്ലാക്ക്, പിൻ നമ്പർ 2ൽ റെഡ് നോട്ട് ചെയ്യാം. ഇത് നമ്മൾ വീണ്ടും 2ഉം 3ഉം തമ്മിൽ നോക്കാം. 2ഉം 3ഉം തമ്മിൽ ഞാനിപ്പോൾ നോക്കി 1 എന്ന് മാത്രമാണ് അതിനകത്തുള്ള റീഡിങ്. 2ഉം 3ഉം തമ്മിൽ വീണ്ടും തിരിച്ച കണ്ടീഷനിൽ നോക്കി. ഇപ്പോഴും വീണ്ടും ഒരു ലോ റെസിസ്റ്റൻസ് വാല്യൂ കിട്ടുന്നുണ്ട്, 0.7 സംതിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ 2ഉം 3ഉം തമ്മിൽ നോക്കിയപ്പോഴും 2 രീതിയിലും നോക്കി. അതിൽ നമുക്കൊരു ലോ റെസിസ്റ്റൻസ് വാല്യൂ കിട്ടിയത് 2ൽ റെഡ് പ്രോബ് വെച്ചപ്പോഴാണ്. 1ഉം 2ഉം തമ്മിൽ നോക്കിയപ്പോഴും ഒരു ലോ റെസിസ്റ്റൻസ് വാല്യൂ കിട്ടിയത് 2ൽ റെഡ് പ്രോബ് വെച്ചപ്പോഴാണ്. അനലോഗ് മൾട്ടിമീറ്ററിൽ നിന്നും വ്യത്യസ്തമായി ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ നമ്മൾക്ക് കൺഫ്യൂഷനൊന്നുമില്ല. ബ്ലാക്ക് എന്ന് പറയുന്നത് നെഗറ്റീവ് തന്നെയും റെഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് തന്നെയുമായിട്ട് എടുക്കുക. അനലോഗ് മൾട്ടിമീറ്ററിൽ മാത്രമാണ് തിരിച്ച് നമ്മൾ ആ ഒരു കാര്യം എടുക്കേണ്ടത്. തിരിച്ചാണ് കമ്പോണൻറ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ട്രാൻസിസ്റ്ററും ഡയോഡും ചെക്ക് ചെയ്യുമ്പോൾ ബ്ലാക്ക് പോസിറ്റീവിൽ നിന്ന് അനലോഗ് മൾട്ടിമീറ്ററിൽ എടുക്കേണ്ടത്. കുട്ടികളെ ചിലപ്പോൾ ആദ്യം തന്നെ കമ്പോണൻറ്റ് ടെസ്റ്റിങ്ങിന് മുമ്പായി അനലോഗ് മൾട്ടിമീറ്റർ പ്രോബ് 2 തിരിച്ച് ഇടുന്നത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ തന്നെ നമ്മൾ ഡിജിറ്റൽ മൾട്ടിമീറ്ററും അനലോഗ് മൾട്ടിമീറ്ററും ഉപയോഗിച്ച് ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ട്രാൻസിസ്റ്ററിൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വിക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ നമ്മൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ പഠിച്ച തിയറി വെച്ചിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ദ ബേസ് ഈസ് ദ കീ ഫങ്ഷനിങ് എലമെൻറ്റ് ഓഫ് ദ ട്രാൻസിസ്റ്റർ. ഇപ്പോൾ ബേസ് ഓപ്പൺ ആവുന്ന ഒരു കണ്ടീഷനിൽ കളക്ടറും എമിറ്ററും തമ്മിൽ ഒരു ചാർജ് ക്യാരിയേഴ്സും ഉണ്ടാവില്ല. എമിറ്ററിൽ നിന്ന് വരുന്ന ചാർജ് ക്യാരിയേഴ്സിനെ കളക്ടറിലേക്ക് പാസ് ചെയ്യുന്നത് ബേസ് റീജിയനാണ്. ബേസിൻ്റെ പ്രസൻസും ബേസിൻ്റെ തിന്നാണെന്നുള്ളതും ലൈറ്റ്ലി ഡോപ്ഡ് ആണെന്നുള്ളതും വളരെ ഒരു കീ ഫാക്ടർ തന്നെയാണ് ട്രാൻസിസ്റ്ററിൻ്റെ വർക്കിങ്ങിൽ. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ നമ്മൾക്ക് ഒരു ക്വിക്ക് ടെസ്റ്റ് നടത്തിയും ട്രാൻസിസ്റ്ററിൻ്റെ ഗുഡ് കണ്ടീഷൻ ചെക്ക് ചെയ്യാവുന്നതാണ്. ഔട്ട് ഓഫ് ദ സർക്യൂട്ട് ഗുഡ് കണ്ടീഷൻ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എമിറ്റർ ആൻഡ് കളക്ടർ വിൽ ബി ഹൈ വെൻ ദ ബേസ് ഈസ് ഓപ്പൺ. ദെൻ ദ ബേസ് ഈസ് ഓപ്പൺ, ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ബേസ് ഓപ്പണായി ഇത് ബേസിലൊന്നും കണക്ട് ചെയ്യാത്തപ്പോൾ എമിറ്ററും ഇത് എമിറ്റർ, ഇത് കളക്ടർ, എമിറ്ററും കളക്ടറും തമ്മിൽ നമ്മൾ മീറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മീറ്ററിൽ കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ല. ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഹൈ റെസിസ്റ്റൻസിൽ തന്നെയാണ് മീറ്റർ സ്റ്റേ ചെയ്യുന്നത്. കണ്ടിന്യൂറ്റി ഒന്നുമില്ല, ഹൈ റെസിസ്റ്റൻസ് ആണ്. ഈ ഒരു കണ്ടീഷനിൽ ബേസും കളക്ടറും തമ്മിൽ നമ്മളൊരു വെറ്റ് ഫിംഗർ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഷോർട്ട് ചെയ്താൽ, അപ്പോൾ ബേസിനും കളക്ടറിനും ഇടയ്ക്കൊരു വെറ്റ് ഫിംഗർ ഉപയോഗിച്ചിട്ട് ചെറുതായി ഷോർട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഉണ്ടാകുന്ന ആ ഒരു സ്വിച്ചിങ് കൊണ്ട് കുറച്ച് കറണ്ട് ഫ്ലോ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഹൈ റെസിസ്റ്റൻസിൽ തന്നെ സ്റ്റേ ചെയ്തിരുന്ന മീറ്ററിൻ്റെ നീഡിലിന് കുറച്ചൊരു ഡിഫ്ലക്ഷൻ ഉണ്ടായതായി കാണാൻ സാധിക്കും. അതായത് ഒരു ചെറിയ കറണ്ട് ഫ്ലോയെ അത് സൂചിപ്പിക്കുന്നു. ഇതിനെ നമ്മൾക്ക് ക്വിക്ക് ടെസ്റ്റ് എന്ന് പറയാം. ഇപ്പോൾ ഈ ഒരു രീതിയിലും നമ്മൾക്ക് ട്രാൻസിസ്റ്ററിൻ്റെ ഫങ്ഷനിങ് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് എല്ലാവരും റെഡിയായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ടെസ്റ്റിംഗ് പ്രൊസീജിയർ മനസ്സിലായെങ്കിൽ നോട്ട് പ്രിപ്പയർ ചെയ്യുക, അത് ഇമെയിൽ ചെയ്യുക. ഓക്കെ, താങ്ക് യു.